ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ റെസിപ്പി കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ? മിക്സ്ചറാണ്. മിക്സ്ചർ നമ്മൾ സാധാരണ കടലപ്പൊടി കൊണ്ടും പല വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ട് ചക്ക കൊണ്ടാണ്. നമ്മൾ മാർക്കറ്റുകളിലൊക്കെ വാങ്ങുന്ന സാധാരണ മിക്സ്ചർ പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു മിക്സ്ചറാണിത്. കണ്ടോ, ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. നല്ല കിലുകിലാന്നിരിക്കുന്ന മിക്സ്ചർ. അപ്പോൾ ഇത് പച്ചച്ചക്ക വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ചക്ക കൊണ്ട് ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിലൊന്ന് ഞാനിത് ചക്കയും കൊണ്ട് മിക്സ്ചർ ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല സിമ്പിളാണ്. ഉണ്ടാക്കി ഇങ്ങനെ നമുക്ക് ഭരണിയിലൊക്കെ ഇട്ട് വെച്ചാൽ ഒരുപാട് കാലം കേടുകൂടാതെ ഇരിക്കും. പുറത്തേക്കൊക്കെ പോകുന്നവർക്ക് കൊടുത്തു വിടാനൊക്കെ നല്ലതാണ്. നല്ല ടേസ്റ്റാണ്. ചായക്ക്, കട്ടൻ ചായയുടെ ഒക്കെ കൂടെ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഒരു സ്നാക്സ് ആയിട്ട് കഴിക്കാനൊക്കെ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാവേ. അതിനുവേണ്ടി ഇവിടെ ഇത്രയും ചക്കച്ചോളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ പാടയും ചവണിയും എല്ലാം കളഞ്ഞ് ഇതുപോലെ കീറി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കണം. മുഴുവനോട് ഇടുമ്പം കുറേ സമയം എടുക്കും. അപ്പം പീസാക്കി ഇടുവാണെങ്കിൽ പെട്ടെന്ന് അരച്ചെടുക്കാൻ എളുപ്പമുണ്ട്. ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ, ഒട്ടും വെള്ളം ഒഴിക്കണ്ട. ചക്ക അരഞ്ഞ് കഴിയുമ്പോൾ അതുപോലെ ലൂസായിട്ട് വരും. ഒട്ടും വെള്ളം ഒഴിച്ചേക്കരുത്. എന്നിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് ടൈറ്റ് ആകാൻ വേണ്ടി. ഇപ്പം നല്ല ലൂസാണല്ലോ, അപ്പോൾ കുറച്ച് കടലപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ടൈറ്റ് ആകുന്നതൊക്കെ നമുക്ക് ഒരു 2-3 തവി കടലപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ചക്ക തന്നെ ഇങ്ങനെ വെള്ളം തൊടാതെ അരച്ചിട്ട് പോലും നല്ല ലൂസുണ്ട്. അപ്പോൾ ആ ലൂസോടുകൂടി നമുക്കിത് മിക്സർ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ലൂസാണ്, ഒരു തവി ഇട്ടിട്ട്. അപ്പം നമുക്ക് കുറച്ചും കൂടെ കടലപ്പൊടിയുടെ ആവശ്യമുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കിയിട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കുഴക്കിയില്ല, അതുപോലെ ആ ഒരു പരുവത്തിലേക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണേ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 3 തവി കടലപ്പൊടി ഇടേണ്ട വന്നിട്ടുണ്ട് എനിക്ക്. ഇനി നമുക്ക് ഇഡ്ഡലി ഇത് കൂട്ട് എന്താ പറയുന്നത്, നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചിലേക്ക് ഇത് നിറച്ച് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിക്കൽ. അതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി ഒന്ന് നല്ല വൃത്തിയാക്കി കഴിയുന്നതിന് ശേഷം അതിൻ്റെ ഒന്ന് ചതച്ച് എടുത്താൽ മതി. ഒന്ന് ഇടികല്ലിൽ വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വറുത്ത് കോരിയതിന് ശേഷം പിന്നെ അതിനകത്തേക്ക് കോരിയതിന് ശേഷം വേണമെങ്കിൽ മുളകിടാം. അല്ലെങ്കിൽ ഇത് ഏകദേശം ഒരു പകുതി മൂപ്പായി വരുമ്പം നമുക്ക് കുറച്ച് വറ്റൽമുളക് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കുക. വറ്റൽമുളക് പെട്ടെന്ന് അങ്ങോട്ട് ഫ്രൈ ആയി വരുമല്ലോ. വെളുത്തുള്ളിക്ക് കുറച്ചും കൂടെ സമയം എടുക്കും. അപ്പോൾ അത് കണക്കാക്കി വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. കറിവേപ്പില അറിയാലോ, എണ്ണയിൽ ഇടുമ്പോൾ തന്നെ അതോട്ടങ്ങോട്ട് മൊരിഞ്ഞ് വരും, കരിഞ്ഞു പോകരുത്. അപ്പം ഇതാ നല്ല പരുവായിട്ടുണ്ട്. വെളുത്തുള്ളിയും കറിവേപ്പിലയും ആ വറ്റൽമുളകെല്ലാം കൂടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് ഇത്രയൊക്കെ ആയി കഴിയുമ്പോഴത്തേനും കോരിയെടുക്കണം. ഇതുപോലെ കോരി മാറ്റി വെക്കണേ. പിന്നെ ആ ബാക്കി എണ്ണയിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നിലക്കടലയാണ്. ആ നിലക്കടലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. പച്ചയോ വറുത്തോ ഏത് വേണേലും ഇട്ട് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരും. ഒരുപാട് നേരം ഇട്ട് കരിച്ച് കളയരുത്. തിളച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ അത് പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ടാവും. ഇത് ഇത്രയും മതിയാകും. നമുക്ക് അതും കൂടി ഒന്ന് കോരിയെടുക്കാം. അതിനുശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ലേശം പൊട്ടുകടലയാണ്. അത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, തികച്ചും ഓപ്ഷനലാണ്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ കുറച്ചും ഇട്ട് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. ഒരു നിർബന്ധമുള്ളൊന്നും കാര്യം നല്ലത്. നിലക്കടല ധാരാളം അത് തന്നെ മതിയാവും. അതും കൂടെ വറുത്ത് കോരിയെടുത്തു. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് സാധാരണ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ പിഴിയുന്ന പോലെ തന്നെ ഈ എണ്ണയിലേക്ക്, ചൂടെണ്ണയിലേക്ക് ഇതുപോലെ പിഴിഞ്ഞൊഴിക്കുക. അപ്പോൾ എണ്ണ തിളച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ കയ്യിലൊക്കെ നല്ല ചൂടടിക്കും. അതൊക്കെ ഒന്ന് സൂക്ഷിക്കണം. ആ ഇടിയപ്പത്തിൻ്റെ അച്ചിൽ നമ്മൾ നിറച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു 3ആയിട്ടാണ് ഞാൻ പിഴിഞ്ഞിരിക്കുന്നത്. ഒരുപാട് കട്ടിയിലിട്ട് കൊടുത്താൽ സെൻട്രൽ ഭാഗമൊക്കെ ചിലപ്പം വേകാതെ വരും കേട്ടോ. അപ്പം നമ്മളതൊരു മുഴുവനായിട്ട് പിഴിഞ്ഞ് കൊടുക്കരുത്. ഇത് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുക.
അപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് ഇതിങ്ങനെ കോരിയെടുക്കുക. ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ കണ്ടോ എന്തുമാത്രം ചക്കയെന്നറിയാമോ ഈ സീസണിലൊക്കെ വെറുതെ പറമ്പിൽ കൂടെ ചീഞ്ഞ് പോകുന്നത്. നാട്ടിലൊക്കെ എല്ലാവരുടെയും പറമ്പിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ പ്ലാവിൻ്റെ ചുവട്ടിൽ കൂടെ മൊത്തം ചക്ക ചീഞ്ഞ് ഉവിച്ചം പിടിച്ചിട്ട് നടക്കാൻ വയ്യ. അതുപോലെ ചക്ക വേസ്റ്റായി പോവുകയാണ്. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഇത് കിട്ടുന്നതുകൊണ്ടാണ് നമുക്കിതിനൊരു വിലയില്ലാത്തതല്ലേ. ഈ കിട്ടാത്ത നാട്ടിലൊക്കെ ചെന്ന് കഴിയണം ഇതിൻ്റെയൊക്കെ വില അറിയണമെങ്കിൽ. ഇവിടെ കോഴിക്കോട് തന്നെയാണെങ്കിലും ഞങ്ങളൊരു 10 കിലോയുള്ള ഒരു ചക്ക വാങ്ങിയതാണ് 350 രൂപ, 35 രൂപ കിലോയ്ക്ക്. അത് കേട്ടപ്പോൾ ഓരോരുത്തർ ഞെട്ടുക, അയ്യോ നാട്ടിലൊക്കെ എന്തുമാത്രം ചക്കയാണ് വീടുകളിലൊക്കെ ഓരോരുത്തരുടെ പ്ലാവിൻ്റെ ചുവട്ടിൽ കൂടെ പോകുന്നത്. നമ്മളതിനൊന്നൊരു വില കൽപ്പിക്കുന്നില്ല. ചക്ക കൊണ്ട് ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി നമുക്ക് ഇങ്ങനെ സെയിൽ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതിപ്പോൾ കഴിച്ചവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരെണ്ണം മാത്രം ഇച്ചിരി മൂത്തുപോയി. നമ്മളത് ഇട്ടിട്ട് വേറെ പണിക്കൊന്നും പോകരുത്, അതിൻ്റെ ചുവട്ടിൽ തന്നെ നിൽക്കണം. അതിട്ടിട്ട് നമ്മൾ എന്തിനേലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ഇളക്കി തിരിച്ച് മറിച്ചൊക്കെ ഇടണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇതുകൊണ്ട് ഇതിപ്പം എടുത്ത് ഇതുപോലെ ഒന്ന് പൊടിച്ചു കൊടുക്കുക. നല്ല ക്രിസ്പി ഇടങ്ങി തണുത്ത് കഴിയുമ്പോൾ. ഇനി നമ്മൾ ഇതിങ്ങനെ എല്ലാം കൂടെ പൊടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വറ്റൽമുളകും കറിവേപ്പിലയും, അതെല്ലാം കൂടി ഇതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുക. സെൻട്രൽ ഭാഗം ഇങ്ങനെ വെന്തിട്ടില്ലെങ്കിൽ ഒരു കട്ട പോലെ ഇരിക്കും, അതങ്ങ് എടുത്ത് മാറ്റിയേക്കണേ. അപ്പം വളരെ സിമ്പിളാണ് ഇതുണ്ടാക്കിയെടുക്കുക. അപ്പം മനസ്സിലായില്ലേ, ചക്ക നമ്മളിനി വെറുതെ കളയരുത്. നമ്മുടെയൊക്കെ വീടുകളിൽ ചക്ക ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഇത് നമുക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. കുറേ നാളത്തേക്ക് കേടുകൂടാതെ ഇരിക്കും. മിച്ചറൊക്കെ അല്ലേ, പെട്ടെന്നൊന്നും കേടൊന്നും ആകത്തില്ല. വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കാതെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. വെളിച്ചെണ്ണയൊക്കെ പെട്ടെന്ന് കനച്ചു പോകും, എത്ര നല്ല എണ്ണയെന്ന് പറഞ്ഞാലും എന്തുണ്ടാക്കിയാലും. അപ്പം കുറച്ച് കാലം കൂടുതൽ നിൽക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ എന്താ പറയുന്നത്, സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഓയിലോ ഉണ്ടാക്കുക. പെട്ടെന്ന് കഴിക്കാനാണെങ്കിൽ കുഴപ്പമില്ല. വെച്ചേക്കാനാണെങ്കിൽ നമ്മൾ കുറച്ച് കാലം നിൽക്കുന്ന നല്ല എണ്ണ, അതായത് കേടാകാത്ത എണ്ണയിലൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക, എന്ത് സാധനമാണെങ്കിലും. അപ്പം ഇത് കണ്ടോ, വളരെ സിമ്പിളല്ലേ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഒന്ന് എത്തിക്കുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കട്ടെ. ആ ചക്ക അരയ്ക്കാനുള്ളൊരു ലേശം ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ചക്ക മുഴുവനോടെ ഇടരുത്. അതൊന്ന് ചെറിയ പീസാക്കി ഇടുവാണെങ്കിൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ അത് നല്ല പേസ്റ്റ് പോലെ അരയും വേണം. അതൊന്ന് ശ്രദ്ധിക്കണം, അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.